ദൈവവചനത്തിൻ്റെ ശക്തി അതുല്യമാണ്. ഹൃദയകാഠിന്യത്തെ ഇല്ലാതാക്കി മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവവചനത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അതെ, നരഭോജികളെ നരസ്നേഹികളാക്കി തീർക്കുവാൻ ദൈവവചനത്തിന് മാത്രമേ കഴിയൂ. ജീവസന്ദേശത്തിൻ്റെ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ വന്ദനം. ക്രിസ്തു പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. സ്വന്തം ആലോചനയിലല്ല, ദൈവത്തിൽ നിന്നും ആലോചന പ്രാപിച്ചു വേണം ഇടയന്മാർ ദൈവത്തിൻ്റെ ജനത്തെ നയിക്കുവാൻ. യിരെമ്യാ പ്രവചനം 23 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളാണ് ഇന്നത്തെ നമ്മുടെ പഠനഭാഗം. യിരെമ്യാ പ്രവചനം 22 അധ്യായത്തിൽ കൊന്യാവിന് എതിരായുള്ള കഠിനമായ ന്യായവിധിയെക്കുറിച്ചാണല്ലോ നാം ചിന്തിച്ചത്. 23 അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളിലും ഇതേ ചിന്തയാണ് തുടരുന്നത്. എന്നാൽ പിന്നീട് ഭാവി പ്രത്യാശയുടെ കിരണങ്ങൾ പ്രവാചകന് കാണുവാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ വാക്ക് കേട്ടനുസരിക്കാത്തവർക്ക് ഭയങ്കരമായ ന്യായവിധി വരുവാൻ പോകുന്നു. 1-2 വാക്യങ്ങൾ, 23 അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: എൻ്റെ മേച്ചിൽപ്പുറത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് അയ്യോ കഷ്ടം എന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് തൻ്റെ ജനത്തെ മേയിക്കുന്ന ഇടയന്മാരെക്കുറിച്ച് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ എൻ്റെ ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കാതെ അവയെ ചിതറിച്ച് ഓടിച്ചു കളഞ്ഞിരിക്കുന്നു. ഇതാ, ഞാൻ നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇടയന്മാർ മതനേതാക്കന്മാരല്ല. അവരെക്കുറിച്ച് പിന്നീട് ഈ അധ്യായത്തിൽ പറയുന്നത് അത്രേ. ഇവിടെ ഇടയന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് രാജാക്കന്മാരെ സൂചിപ്പിച്ചുകൊണ്ടാണ്. ഭരണം നടത്തുന്നവർ, ദേശത്തിലെ നിയമങ്ങൾക്ക് ഉത്തരവാദികളായവർ. അവർക്ക് അയ്യോ കഷ്ടം എന്ന് ദൈവം പറയുന്നു. അവരെ താൻ ന്യായം വിധിക്കുമെന്ന് ദൈവം പറഞ്ഞു. അപ്രകാരം ദൈവം പ്രവർത്തിക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. 3 വാക്യത്തിൽ പ്രകാശത്തിൻ്റെ ആ സൂചന നമുക്ക് കാണുവാൻ കഴിയും. 3-4 വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. എൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ശേഷിച്ചിരിക്കുന്നവയെ ഞാൻ അവയെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ദേശങ്ങളിൽ നിന്നും ശേഖരിച്ച് അവയുടെ പുൽപ്പുറങ്ങളിലേക്ക് വീണ്ടും കൊണ്ടുവരും. അവ വർദ്ധിച്ചു പെരുകും. അവയെ മേയ്ക്കേണ്ടതിന് ഞാൻ ഇടയന്മാരെ നിയമിക്കും. അവ ഇനി പേടിക്കയില്ല, ഭ്രമിക്കയില്ല, കാണാതെ പോകുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന ദിവസം വരാൻ പോകുന്നു എന്ന് യഹോവ പറയുന്നു. അപ്പോൾ എളിയവർക്ക് നീതിയും ദയയും ലഭിക്കുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. ഇത് യഹൂദന്മാർ അവരുടെ ദേശത്തേക്ക് മടങ്ങി വന്ന് അവർ കുത്തിയവങ്കലേക്ക് നോക്കുന്ന സമയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ദാവീദിൻ്റെ വംശത്തിൽ ഒരു രാജാവ് വരുവാൻ പോകുന്നു. കൊന്യാവും അവൻ്റെ വംശത്തിലുള്ള എല്ലാവരും ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ടവരാണെങ്കിലും അവരെല്ലാം ത്യജിക്കപ്പെടും. എന്നാൽ ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ മറിച്ച് കളയുവാൻ ആർക്കും കഴിയുകയില്ല എന്നാണ് ഇവിടെ നാം കണ്ടത്. താൻ എന്താണ് ചെയ്യുവാൻ പോകുന്നത് എന്ന കാര്യം ദൈവത്തിനറിയാം. വേറെ വിധത്തിൽ പറഞ്ഞാൽ, ദാവീദിൻ്റെ മറ്റൊരു പുത്രനായ നാഥാൻ്റെ വംശത്തിൽ നിന്ന് മറിയ എന്ന പെൺകുട്ടി നസ്രയത്തിൽ വരികയും അവൾ മശിഹായും രാജാവുമായ യേശുവിന് ജന്മം നൽകുകയും ചെയ്യും എന്ന പുതിയ നിയമത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നു. കർത്താവായ യേശു ലോകത്തിൽ തന്നെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. രാജാവിനെ കൂടാതെ രാജ്യം സാധ്യമല്ലാത്തത് കൊണ്ട് വാസ്തവത്തിൽ യേശു അവരോട് പറഞ്ഞത്, ഇതാ നിങ്ങളുടെ രാജാവ് എന്നാണ്. ജനം രാജാവിനെ ത്യജിച്ചു കളഞ്ഞു. എന്നാൽ ഒരിക്കൽ അവൻ മടങ്ങി വന്ന് രാജ്യം വീണ്ടും സ്ഥാപിക്കും എന്ന് നാം അറിയുന്നു. ഇനിയും 6 വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ്റെ കാലത്ത് യഹൂദ രക്ഷിക്കപ്പെടും, ഇസ്രായേൽ നിർഭയമായി വസിക്കും, അവന് യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയും എന്ന് യഹോവയുടെ
അരുളപ്പാട്. അവൻ നീതിയോടെ ഭരണം നടത്തുമെന്ന് ദൈവം പറയുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ പ്രത്യേകതയാണ് നീതി എന്നുള്ളത്. യഹോവ നമ്മുടെ നീതി. 7ഉം 8ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ആകയാൽ ഇസ്രായേൽ മക്കളെ മിസ്രൈം ദേശത്തു നിന്ന് കൊണ്ടുവന്ന യഹോവയാണ് എന്ന് ഇനി പറയാതെ ഇസ്രായേൽ ഗൃഹത്തിൻ്റെ സന്തതിയെ വടക്ക് ദേശത്തു നിന്നും ഞാൻ അവരെ നീക്കിക്കളഞ്ഞിരുന്ന സകല ദേശങ്ങളിൽ നിന്നും പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന യഹോവയാണ് എന്ന് പറയുന്ന കാലം വരും. അവർ തങ്ങളുടെ സ്വന്തം ദേശത്ത് വസിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ 7ഉം 8ഉം വാക്യങ്ങളിൽ തിരുവചനത്തിലെ ശ്രദ്ധേയമായ പ്രവചനങ്ങളിൽ ഒന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യഹൂദന്മാർ ഇന്ന് ആചരിക്കുന്ന ഏറ്റവും പഴയ ഉത്സവമാണ് പെസഹ. യഹൂദന്മാർ എത്രമാത്രം പുരോഗമിച്ചാലും അവർ പെസഹ ഓർമ്മിക്കുന്നു. കാരണം മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനം അത്ഭുതകരമായി വിടുവിക്കപ്പെട്ടതിൻ്റെ ആഘോഷമാണത്. ഞാൻ അവരെ വീണ്ടും വിടുവിച്ചു കൊണ്ടുവരുന്ന കാലം വരുവാൻ പോകുന്നു എന്ന് ദൈവം പറയുന്നു. അത് മിസ്രൈമിൽ നിന്നുള്ള വിടുതലിനേക്കാൾ വലിയ വിടുതലായിരിക്കും. അതുകൊണ്ട് അവൻ അന്ന് മിസ്രൈമിൽ നിന്നുള്ള വിടുതലിൻ്റെ ആ ഓർമ്മ പിന്നീട് ഓർക്കയില്ല. ദൈവം ഇസ്രായേലിനോടുള്ള പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടില്ല എന്ന കാര്യം നാം ഓർക്കണം. ഇനിയും 9 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് കള്ളപ്രവാചകന്മാർ സമാധാനത്തെക്കുറിച്ച് പ്രവചിച്ചുകൊണ്ടിരുന്നു എന്നത്രേ. ദൈവം അവർക്കെതിരായി പറയുന്നു, നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് നിങ്ങൾ കേൾക്കരുത്, അവർ വ്യാജം ഉപദേശിക്കുന്നു. സ്വന്തം ഹൃദയത്തിലെ ദർശനമാണ് അവർ പ്രവചിക്കുന്നത് എന്നത്രേ ദൈവം പറയുന്നത്. ദൈവത്തെ നിരസിക്കുന്നവരോട് അവർക്ക് സമാധാനം ഉണ്ടാകുമെന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു എന്നീ കള്ളപ്രവാചകന്മാർ പറയുന്നു. സ്വന്തം ഹൃദയത്തിലെ ശാഠ്യം അനുസരിച്ച് നടക്കുന്നവരോടും നിങ്ങൾക്കൊരു ദോഷവും ഇനി ഉണ്ടാകുകയില്ല എന്ന് പറയുന്നു. ഇന്നും ഇതുപോലെ പറയുന്ന ആളുകളെ നമുക്ക് കാണുവാൻ കഴിയും. ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ കഴിയും എന്ന് പറഞ്ഞ് അനേകരും ഇന്ന് നടക്കുന്നുണ്ട്. ദൈവം പറയുന്നത് നിങ്ങൾക്കത് സാധ്യമല്ല എന്നാണ്. ദുഷ്ടന് സമാധാനമില്ല എന്ന് ദൈവം യെശയ്യാ പ്രവാചകനിൽ കൂടി പറഞ്ഞു. പ്രവാചകന് സമാധാനം വേണ്ട എന്നതല്ല പ്രശ്നം, മനുഷ്യന്റെ ഹൃദയം ദുഷ്ടത നിറഞ്ഞിരിക്കുന്നു എന്നതത്രേ. നാം വാസ്തവത്തിൽ എത്രമാത്രം മോശമാകുന്നു എന്ന കാര്യം നമുക്കറിയില്ല. ദുഷ്ടമനുഷ്യർക്ക് ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കുവാൻ കഴിയുകയില്ല. അവരെത്ര ഉയർന്നവരാണെങ്കിൽ പോലും അവർക്ക് അപ്രകാരം സാധ്യമാണെങ്കിൽ അത് ദൈവവചനത്തിന് വിരുദ്ധമത്രേ എന്ന് ഓർക്കണം. തുടർന്ന് ദൈവം മത നേതാക്കന്മാരിലേക്ക് തിരിയുന്നു. 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ അതാണ് പറയുന്നത്. ഭരണാധിപന്മാരിൽ ആശ്രയിപ്പാൻ കഴിയുകയില്ല എന്ന് മുമ്പ് തന്നെ ദൈവം പറഞ്ഞു കഴിഞ്ഞു. അവർക്ക് സമാധാനം ഉണ്ടാക്കുവാൻ കഴിയുകയില്ല. അവർ എളിയവരെ അവഗണിക്കുന്നു. എന്നാൽ വ്യാജം പ്രവചിച്ച് നടന്ന പ്രവാചകന്മാരെ ദൈവം അയച്ചിട്ടല്ല അവർ വന്നത്. ദൈവം അത് വ്യക്തമാക്കുന്നു. അവർ തങ്ങളിൽ നിന്നുള്ള ദൂതല്ല അറിയിക്കുന്നത് എന്ന് ദൈവം പറയുന്നു. ഭരണാധിപന്മാരെയും മതനേതാക്കന്മാരെയും ദൈവം ത്യജിച്ച് കളഞ്ഞു. ഇന്നും ഇത് തന്നെ ആയിരിക്കും ദൈവം പറയുന്നത് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഇന്ന് ആരാണ് ദൈവത്തെ അന്വേഷിക്കുന്നത്? മതനേതാക്കന്മാർ മതഭക്തിയിൽ മുഴുകിയിരിക്കുന്നു. മതഭക്തിയിൽ, ദൈവഭക്തിയിലല്ല. ഭക്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. എന്നാൽ ജീവനുള്ള സത്യ ദൈവത്തെ എത്ര പേർ അന്വേഷിക്കുന്നുണ്ട്? ദൈവത്തിൻ്റെ ആലോചന എത്ര പേർ അറിയിക്കുന്നുണ്ട്? അതനുസരിച്ച് മുൻപോട്ട് പോകുവാൻ മനുഷ്യർ തയ്യാറാണോ? പ്രത്യേകിച്ചും അതിനുവേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നവർ, അല്ലെങ്കിൽ തങ്ങൾ ഭക്തരാകുന്നു എന്ന് അവകാശപ്പെടുന്നവർ, അതോ നാം സ്വന്തം വിചാരങ്ങൾ അനുസരിച്ച് മുൻപോട്ട് പോകുകയാണോ? ചിന്തിച്ചാട്ടെ. ഇനിയും 29-ാം വാക്യം ഞാൻ വായിക്കാം. എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവത്തിൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും. ദൈവത്തിൻ്റെ വചനം തീ പോലെ ദഹിപ്പിക്കുന്നതാണ്. സകല ദുഷ്ടതയെയും അവൻ്റെ വചനം ഇല്ലാതാക്കും. അത് പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയാകും. ഏത് കഠിന ഹൃദയത്തെയും
തകർത്ത് തരിപ്പണമാക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. അണുബോംബിൻ്റെ ഈ യുഗത്തിൽ പോലും ദൈവവചനത്തിന് അതിനേക്കാൾ ശക്തിയുണ്ട്. 30-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അതുകൊണ്ട് ഒരുത്തനോടൊരുത്തൻ എൻ്റെ വചനങ്ങളെ മോഷ്ടിക്കുന്ന പ്രവാചകന്മാർക്ക് ഞാൻ വിരോധമാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇന്ന് അനേകം ആളുകളും ജനഹൃദയങ്ങളിൽ നിന്ന് ദൈവവചനത്തെ മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ സത്യമല്ലേ? ഇത് യഥാർത്ഥത്തിൽ ദൈവവചനമല്ല എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളവർ പറയുന്നത് ദൈവവചനത്തെ മോഷ്ടിക്കുന്നതിന് തുല്യമാണ്. അതിന് ദൈവം വിരോധമായിരിക്കുന്നു എന്നത്രേ ദൈവം പറയുന്നത്. താൻ അങ്ങനെയുള്ളവർക്ക് എതിരായി പ്രവർത്തിക്കുവാൻ പോകുന്നു എന്ന് ദൈവം പറയുന്നു. തിന്മയ്ക്കെതിരെയുള്ള ദൈവ ന്യായവിധി പെട്ടെന്ന് നാം കാണുന്നില്ല. ദൈവം യാതൊന്നും ധൃതിയായി ചെയ്യുകയില്ല. ന്യായവിധിയുടെ ദിവസം വരുവാൻ പോകുന്നു. ദുഷ്ടത പ്രവർത്തിപ്പാനുള്ള താല്പര്യമാണ് മനുഷ്യ ഹൃദയത്തിലുള്ളത്. യാതൊരു കുഴപ്പവും കൂടാതെ തങ്ങൾ ദുഷ്ടത പ്രവർത്തിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു എന്നത്രേ അനേകരും ചിന്തിക്കുന്നത്. ഞാൻ അവരെ ന്യായം വിധിക്കും എന്ന് ദൈവം പറയുന്നു. ഇനിയും 24-ാം അധ്യായത്തിലേക്ക് വരുമെങ്കിൽ യെഖൊന്യാവ് പ്രവാസത്തിലേക്ക് പോയതിന് ശേഷം നൽകപ്പെട്ട ആ വിവരങ്ങളാകുന്നു 24-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ 24-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നവ സിദെക്കീയാവിൻ്റെ വാഴ്ചയുടെ ആരംഭത്തിൽ സംഭവിക്കുന്നവ കൂടിയാണ്. ഒരു ദർശനത്തിൽ യിരെമ്യാവ് 2 കൊട്ട അത്തിപ്പഴം കാണുകയുണ്ടായി. യഹൂദ ജനത്തിൻ്റെ അടയാളമായി അത്തിവൃക്ഷത്തെ തിരുവചനത്തിൽ വളരെയധികം പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഒരു കുട്ടയിൽ നല്ല അത്തിപ്പഴവും മറ്റേതിൽ ചീത്തയായ അത്തിപ്പഴങ്ങളും ഉണ്ടായിരുന്നു. അവ രണ്ടും യഹൂദയിലെ 2 തരത്തിലുള്ള ആളുകളെയാണ് സൂചിപ്പിക്കുന്നത്. ആദ്യത്തെ 7 വാക്യങ്ങളിൽ ദൈവം അവരെ അവരുടെ നന്മയ്ക്കായി പ്രവാസത്തിലേക്ക് അയച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. താൻ അവരെ കാത്തു സൂക്ഷിക്കുമെന്നും കാലക്രമേണ അവരുടെ ശേഷിപ്പിനെ തങ്ങളുടെ ദേശത്തേക്ക് മടക്കിക്കൊണ്ടുവരുമെന്നും ദൈവം വാഗ്ദത്തം ചെയ്യും. അവർ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന 1000 ആണ്ട് വാഴ്ചയുടെ കാലത്തെ സൂചനയാണ് ഇവിടെ ലഭിക്കുന്നത്. ഈ ചീത്ത അത്തിപ്പഴങ്ങൾ അല്ലെങ്കിൽ ചീഞ്ഞ അത്തിപ്പഴങ്ങൾ സിദെക്കീയാവിനെയും യെരൂശലേമിൽ അധിവസിച്ചിരുന്ന അല്ലെങ്കിൽ ശേഷിച്ചിരുന്ന ജനത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അവസാനം അവർ ദൈവവചനത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് മിസ്രൈമിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. യിരെമ്യാവ് ജനത്തോട് അറിയിച്ച ഈ പ്രവചനം പൂർണ്ണമായും നിവർത്തിച്ചതായി ചരിത്രം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം എത്രമാത്രം ശരിയാകുന്നു, എത്രമാത്രം സത്യമാകുന്നു എന്ന് ചിന്തിച്ചു നോക്കുക. ദൈവം എത്ര വ്യക്തമായിട്ടാണ് പ്രവാചകനിലൂടെ ഈ വിവരം അവരെ അറിയിച്ചത്. 24-ാം അധ്യായത്തിൽ നാം ചിന്തിച്ചതിൽ നിന്നും വളരെ അധികം, ഏതാണ്ട് 17-18 വർഷങ്ങൾക്ക് മുമ്പ് നൽകപ്പെട്ട പ്രവചനമാണ് ഈ 25-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. യിരെമ്യാ പ്രവചനത്തിൽ സംഭവങ്ങൾ നടന്നതിൻ്റെ കാലക്രമം അനുസരിച്ചല്ല സംഭവങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് ഓർക്കുമല്ലോ. യോശിയാവിൻ്റെ മകനായ യെഹോയാക്കീം ആണ് ഭരണം നടത്തുന്നത് 25-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ. യെഹോയാക്കീം അവൻ്റെ അപ്പനായ യോശിയാവിൽ നിന്നും വളരെ ഏറെ വ്യത്യസ്തനായിരുന്നു എന്ന് നാം രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ വായിക്കുമ്പോഴൊക്കെ കാണുന്നുണ്ട്. അവിടെ നാം വായിക്കുന്നത്, അവൻ കുറ്റമില്ലാത്ത രക്തം ചൊരിയിച്ചു, യെരൂശലേമിനെ കുറ്റമില്ലാത്ത രക്തം കൊണ്ട് നിറച്ചതും ക്ഷമിപ്പാൻ യഹോവയ്ക്ക് മനസ്സായില്ല. അവർ ദൈവവചനം കേൾപ്പാൻ കൂട്ടാക്കിയില്ല. ദൈവം പ്രവാചകന്മാരിൽ കൂടി തൻ്റെ വചനം അവരോട് അറിയിച്ചു കൊണ്ടിരുന്നു. എന്നാൽ അവർ ദൈവവചനത്തിന് ചെവി ചായ്ച്ചില്ല എന്ന് നാം കാണുന്നു. യഹൂദ ജനത്തിൻ്റെ അവസ്ഥ തന്നെയാണ് ഇന്നും അനേകരുടെയും സ്ഥിതി. ദൈവവചനം അറിയാത്തത് കൊണ്ടല്ല, പിന്നെയോ ജനം ദൈവവചനം അനുസരിക്കുന്നതിനോ അത് പ്രമാണിക്കുന്നതിനോ തയ്യാറാകുന്നില്ല എന്നതാണ് പ്രശ്നം. എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായി ഇരിപ്പീൻ എന്ന് യാക്കോബ് നമ്മെ പഠിപ്പിക്കുന്നു.
ദൈവവചനം കേൾക്കുവാൻ യഹൂദ ജനത്തിന് താല്പര്യമില്ലായിരുന്നു. നാം 25-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, പ്രവാചകന്മാരിൽ കൂടി മാനസാന്തരത്തിൻ്റെ ദൂത് അവരോട് നിരന്തരമായി അറിയിച്ചുകൊണ്ടാണ് ഇരുന്നത് എന്നത്രേ. അവർ തങ്ങളുടെ ദുർമാർഗവും ദുഷ്പ്രവൃത്തികളും വിട്ട് ദൈവത്തെങ്കിലേക്ക് യഥാർത്ഥമായി തിരിയുമെങ്കിൽ അവർക്ക് അവരുടെ ദേശത്ത് പാർക്കുവാൻ കഴിയും. അല്ലാഞ്ഞാൽ അവരുടെ അനർത്ഥത്തിന് അവർ തന്നെ കാരണമായി തീരും എന്ന് അവരോട് അറിയിക്കുന്നു. എന്നാൽ അവർ ഈ വചനങ്ങളെ കേട്ടനുസരിക്കാതെ കൂടുതൽ ദൈവത്തെ കോപിപ്പിക്കുകയാണ് ചെയ്തത്. അവർ ദൈവവചനം കേൾക്കുവാൻ തയ്യാറാകാഞ്ഞതുകൊണ്ട് ദൈവം അവരെ ശിക്ഷിക്കുവാൻ തയ്യാറാകുന്നു. ബാബേൽ രാജാവായ നെബൂഖദ്നേസറിനെ എൻ്റെ ദാസൻ എന്നാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ദൈവം നെബൂഖദ്നേസറിനെ എൻ്റെ ദാസൻ എന്ന് വിളിക്കുന്നു. ശിക്ഷാവിധി നടത്തുന്നതിനുള്ള ദൈവത്തിൻ്റെ ഉപകരണമായിരുന്നു നെബൂഖദ്നേസർ. ഇന്ന് ഇസ്രായേൽ ജനം എന്തുകൊണ്ടാണ് പാലും തേനും ഒഴുകുന്ന ആ ദേശത്തായിരിക്കാത്തത് എന്ന് അനേകം ആളുകൾ അത്ഭുതപ്പെടാറുണ്ട്. കാരണം ദൈവം അത് വാഗ്ദത്തം ചെയ്തതല്ലേ. ദൈവം പറഞ്ഞിരിക്കുന്നത് താൻ അതിനെ ശാശ്വത ശൂന്യമാക്കി തീർക്കുമെന്നാണ്. ശാശ്വത ശൂന്യം. ദൈവം ജനത്തെ മാത്രമല്ല ദേശത്തെ കൂടി ന്യായം വിധിച്ചു എന്ന് ലോകം മുഴുവൻ അറിയുവാൻ ഇടയാകണം എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ താല്പര്യം. പാപത്തിൻ്റെ ശാപം ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ശിക്ഷാവിധി ഇസ്രായേൽ ദേശത്തിന്മേലുണ്ട്. ഭൂമിയുടെ മേൽ ദൈവത്തിൻ്റെ ശാപം നിലനിൽക്കുന്നത് കൊണ്ട് ഭൂമി ഇന്നും ശരിയായ വിളവ് നൽകുന്നില്ല എന്ന് നമുക്കറിയാം. ദൈവം അവരിൽ നിന്ന് എല്ലാവിധമായ സന്തോഷവും ആനന്ദവും നീക്കിക്കളയുമെന്ന് നാം കാണുന്നു. 25-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം ഞാൻ വായിക്കാം. ഞാൻ ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളൻ്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും തിരികല്ലിൻ്റെ ഒച്ചയും വിളക്കിൻ്റെ വെളിച്ചവും അവരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. ആ ജനത്തിന് ഉല്ലാസം നൽകിയിരുന്ന എല്ലാ കാര്യങ്ങളും ദൈവം അവരിൽ നിന്ന് നീക്കിക്കളയും എന്നാണ് നാം വായിച്ചത്. വിവാഹം കഴിക്കുകയോ വിവാഹത്തിന് കൊടുക്കുകയോ ഇല്ല. തിരികല്ലിൻ്റെ ഒച്ച എന്ന് പറയുമ്പോൾ കച്ചവടവും വ്യാപാരവും എല്ലാം നിന്നുപോകും. വിളക്കിൻ്റെ വെളിച്ചവും അവരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുമെന്ന് പറയുമ്പോൾ വൈകുന്നേരങ്ങളിൽ അവരുടെ വീടുകളിൽ യാതൊരു രസവും ഉണ്ടാകുകയില്ല. അതെ, ദൈവവചനത്തോട് മറുതലിക്കുന്ന മനുഷ്യനുണ്ടാകുന്ന ശിക്ഷാവിധിയെക്കുറിച്ചാണ് നാം ഇവിടെ കാണുന്നത്. യിരെമ്യാ പ്രവചനം 25-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഈ ദേശമൊക്കെയും ശൂന്യവും സ്തംഭനഹേതുവുമാകും. ഈ ജാതികൾ ബാബേൽ രാജാവിനെ 70 സംവത്സരം സേവിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേലിനോടുള്ള ഇടപെടലിൻ്റെ വ്യക്തമായ ഒരു ചിത്രം നമുക്കിവിടെ കാണുവാൻ സാധിക്കും. 70 വർഷം വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാലഘട്ടമാണ്. ഇസ്രായേൽ ജനം ദേശത്ത് പ്രവേശിക്കാനിടയായി. അന്നു മുതൽ ദൈവം അവരോട് 7-ാം സംവത്സരം ശബത്ത് വർഷമായി ആചരിക്കണമെന്ന് പറഞ്ഞിരുന്നു. ദൈവം അത് കൽപ്പിച്ചതാണ്. ഈ 7-ാം വർഷം നിലം തരിശിടേണ്ടതായിരുന്നു. അന്ന് കൃഷിയൊന്നും ചെയ്യാൻ പാടില്ല. ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിൽ ഇത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുമെങ്കിൽ അനുഗ്രഹമുണ്ട് എന്ന് മാത്രമല്ല, അനുസരിക്കാതിരുന്നാൽ ന്യായവിധിയുമുണ്ട് എന്ന് ദൈവം അരുളി ചെയ്തിരുന്നു. അവർ ദൈവത്തിനെതിരായി നടന്നാൽ ദൈവവും അവർക്കെതിരായിരിക്കും. അവരുടെ അനുസരണക്കേട് ദൈവം മുമ്പേ കൂട്ടി കണ്ടു എന്ന കാര്യം ശ്രദ്ധിക്കുക. ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 34-ും 35-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അങ്ങനെ ദേശം ശൂന്യമായി കിടക്കുകയും നിങ്ങൾ ശത്രുക്കളുടെ ദേശത്തിരിക്കുകയും ചെയ്യുന്ന നാൾ ഒക്കെയും അത് തൻ്റെ ശബത്തുകൾ അനുഭവിക്കും. അപ്പോൾ ദേശം സ്വസ്ഥമായി കിടന്ന് തൻ്റെ ശബത്തുകൾ അനുഭവിക്കും. നിങ്ങൾ അവിടെ പാർത്തിരുന്നപ്പോൾ നിങ്ങളുടെ ശബത്തുകളിൽ അതിന് അനുഭവം ആകാതിരുന്ന സ്വസ്ഥത അത് ശൂന്യമായി കിടക്കുന്ന നാളൊക്കെയും അനുഭവിക്കും. എത്ര വ്യക്തമാണല്ലേ? ഏകദേശം 490 വർഷക്കാലം ഇസ്രായേൽ ജനം ശബത്ത് സംവത്സരം ആചരിച്ചിരുന്നില്ല. ഇത് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതായത്
70 ശബത്തുകൾ അവർ അവഗണിച്ചു കളഞ്ഞു. ദൈവം യിരെമ്യാവിൽ കൂടി പറയുന്നത് 70 സംവത്സരം അവർ അന്യദേശത്തായിരിക്കണം എന്നത്രേ. അപ്പോൾ ദേശം സ്വസ്ഥത അനുഭവിക്കും എന്നത്രേ. അങ്ങനെ നഷ്ടപ്പെട്ട ശബത്ത് സംവത്സരങ്ങൾ തികഞ്ഞ് കഴിയുമ്പോൾ ഇസ്രായേൽ മക്കൾ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരുന്നതിന് ദൈവം അവരെ അനുവദിക്കും. യിരെമ്യാ പ്രവാചകൻ പറയുന്നത് ശ്രദ്ധിക്കുക. 12-ാം വാക്യം, 25-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. 70 സംവത്സരം തികയുമ്പോൾ ഞാൻ ബാബേൽ രാജാവിനെയും ആ ജാതിയെയും കൽദയരുടെ ദേശത്തെയും അവരുടെ അകൃത്യം നിമിത്തം സന്ദർശിച്ച് അതിനെ ശാശ്വത ശൂന്യമാക്കി തീർക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അതെ, യിരെമ്യാവിൻ്റെ കാലത്ത് ഇതൊരു പ്രവചനമായിരുന്നു. എന്നാൽ ഇന്ന് ഇത് ചരിത്ര സത്യമായി തീർന്നിരിക്കുന്നു. ദൈവം അപ്രകാരം തന്നെ ചെയ്തു. ഈ പ്രവചനം നൽകുന്ന സമയം നെബൂഖദ്നേസർ രാജാവ് യഹോയാക്കീമിനെയും അവൻ്റെ പ്രഭുക്കന്മാരെയും പടയാളികളെയും എല്ലാം ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോയി കഴിഞ്ഞിരുന്നു. സിദെക്കീയാവിൻ്റെ കീഴിൽ ദേശത്ത് ശേഷിച്ചവർ ബാബേലിന് നികുതി കൊടുത്തിരുന്നു. യോശിയാവിന് ശേഷം വന്ന എല്ലാ രാജാക്കന്മാരും ദുഷ്ടന്മാരായിരുന്നു, വഷളന്മാരായിരുന്നു. യിരെമ്യാവ് വരുവാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ച് അറിയിച്ചു. നെബൂഖദ്നേസർ വന്ന് യെരൂശലേമിനെ നശിപ്പിക്കുകയും ചെറിയ ശേഷിപ്പിനെ അവൻ അവിടെ ആക്കിയിട്ട് ബാക്കി എല്ലാവരെയും പ്രവാസികളായി പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. ഇത് യിരെമ്യാവ് പ്രവചിച്ചു. പ്രവാസകാലം 70 സംവത്സരം ആയിരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അതുകൊണ്ട് യിരെമ്യാവിൻ്റെ പ്രവചനം തീരുന്നില്ല. ദൈവക്രോധത്തിൻ്റെ പാനപാത്രത്തിൻ്റെ ചിത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ അവരോട് സംസാരിക്കുന്നു. പ്രവാചകന്മാരിൽ മിക്കവരും ഉപയോഗിച്ചിട്ടുള്ള സാദൃശ്യം ആണ് ഈ പറഞ്ഞത്. അവർ മനുഷ്യൻ്റെ പാപത്തെക്കുറിച്ചും നിരന്തരമായി ദൈവത്തോട് അവർ കാണിക്കുന്ന ശത്രുതയെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരുന്നു. 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നാം കാണുന്നത്, 15 മുതൽ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ എന്നോട് ഇപ്രകാരം അരുളി ചെയ്തു, ഈ ക്രോധമദ്യം നിറഞ്ഞ പാനപാത്രം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞാൻ നിന്നെ അയക്കുന്ന ജാതികളെയൊക്കെയും കുടിപ്പിക്കുക. അവർ കുടിച്ച് ഞാൻ അവരുടെ ഇടയിൽ അയക്കുന്ന വാൾ നിമിത്തം ചാഞ്ചാടി ഭ്രാന്തന്മാരായിത്തീരും. അങ്ങനെ ഞാൻ പാനപാത്രം യഹോവയുടെ കയ്യിൽ നിന്ന് വാങ്ങി യഹോവ എന്നെ അയച്ച സകല ജാതികളെയും കുടിപ്പിച്ചു. പിന്നീട് ദേശങ്ങളുടെ പട്ടിക പറഞ്ഞിരിക്കുന്നു. 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. ഇന്നുള്ളതുപോലെ ശൂന്യവും സ്തംഭനഹേതുവും പരിഹാസ വിഷയവും ശാപവാക്യവുമാക്കേണ്ടതിന് യെരൂശലേമിനെയും യഹൂദ പട്ടണങ്ങളെയും രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും മിസ്രയീം രാജാവായ ഫറവോനെയും അവൻ്റെ ഭൃത്യന്മാരെയും പ്രഭുക്കന്മാരെയും സകല പ്രജകളെയും സർവ സമ്മിശ്ര ജാതിയെയും ഊസ് ദേശത്തിലെ സകല രാജാക്കന്മാരെയും ഫലസ്ത്യ ദേശത്തിലെ സകല രാജാക്കന്മാരെയും അസ്കലോനെയും ഗസയെയും എക്രോനെയും അസ്തോദിൽ ശേഷിപ്പുള്ളവരെയും. ഇവിടെ ഏദോമിനെയും മോവാബിനെയും അമ്മോന്യരെയും എല്ലാം കുറിച്ച് പറയുന്നു. അങ്ങനെ അത് നീണ്ടു പോകുകയാണ്. പിന്നീട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പട്ടിക ഒന്ന് ശ്രദ്ധിച്ചാൽ, ഒന്നാമത് യെരൂശലേമും യഹൂദ നഗരങ്ങളും രാജാക്കന്മാരും പ്രഭുക്കന്മാരുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇസ്രായേലിൻ്റെ പാപത്തോട് ബന്ധപ്പെട്ടതാണെങ്കിലും ദൈവജനത്തിൻ്റെ മാത്രം അവസ്ഥയല്ലിത്. ലോകത്തിലെ എല്ലാ ജനങ്ങളും തെറ്റുകാരാണ്. ഒരു പാനപാത്രം നിറയുന്നത് പോലെ ദൈവത്തിൻ്റെ ക്രോധം നിറയും. ഇസ്രായേലിന് ശേഷം മിസ്രയീമിനെ കുറിച്ചാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. പിന്നീട് ഊസ് ദേശവും ഫെലസ്തീൻ ദേശവും അവർ എല്ലാം ദൈവക്രോധത്തിൻ്റെ പാനപാത്രം കുടിക്കേണ്ടവരാണ്. മനുഷ്യൻ്റെ പാപവും ദൈവത്തോടുള്ള അവൻ്റെ നിരന്തരമായ ശത്രുതയും ഒരു പാനപാത്രം പോലെയാണ്. അത് ദൈവത്തിൻ്റെ ക്രോധം കൊണ്ട് നിറയുകയും അത് പൂർണ്ണമായി നിറയുമ്പോൾ ദൈവന്യായവിധി ഭൂമിയിൽ ആരംഭിക്കുകയും ചെയ്യും. 27-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, 27-ാം വാക്യം, നീ അവരോട് പറയേണ്ടത്, ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ കുടിച്ച് ലഹരി പിടിച്ച് ഛർദ്ദിച്ച് ഞാൻ നിങ്ങളുടെ ഇടയിൽ അയക്കുന്ന വാളുകൊണ്ട് ഇനിയും എഴുന്നേൽക്കാതെ വണ്ണം വീഴുവീൻ. ദൈവം ആ പാനപാത്രം അവരെ കുടിപ്പിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ ശിക്ഷാവിധി എന്ന് പറയുന്നത്.
ഇസ്രായേൽ പ്രദേശത്തും ചുറ്റുപാടുമുള്ള സകല ജാതികളിലും ദൈവം തൻ്റെ ശിക്ഷാവിധി അയക്കും. കാരണം അവർ ദൈവത്തിൽ നിന്ന് വളരെ അകന്നു പോയിരുന്നു. ലോകത്തിലെ സകല ജനങ്ങളും ദൈവത്തോട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു എന്ന് ഇത് വെളിപ്പെടുത്തുന്നു. 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. 28 മുതൽ, എന്നാൽ പാനപാത്രം നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി കുടിപ്പാൻ അവർക്ക് മനസ്സില്ലാഞ്ഞാൽ നീ അവരോട് പറയേണ്ടത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ കുടിച്ചേ മതിയാവൂ. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന നഗരത്തിന് ഞാൻ അനർത്ഥം വരുത്തുവാൻ തുടങ്ങുന്നു. പിന്നെ നിങ്ങൾ കേവലം ശിക്ഷ കൂടാതെ പോകുമോ? ശിക്ഷ കൂടാതെ പോകയില്ല. ഞാൻ സകല ഭൂവാസികളുടെയും മേൽ വാളിനെ വിളിച്ചു വരുത്തും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ആകയാൽ ഈ വചനങ്ങളെ ഒക്കെയും അവരോട് പ്രവചിച്ചു പറക. യഹോവ ഉയരത്തിൽ നിന്ന് ഗർജിച്ചു, തൻ്റെ വിശുദ്ധ നിവാസത്തിൽ നിന്ന് നാദം പുറപ്പെടുവിക്കുന്നു. അവൻ തൻ്റെ മേച്ചൽപ്പുറത്തെ നോക്കി ഉറക്കെ ഗർജിക്കുന്നു. മുന്തിരിച്ചക്ക് ചവിട്ടുന്നവരെ പോലെ അവൻ സകല ഭൂവാസികൾക്കും നേരെ ആർപ്പു വിളിക്കുന്നു. ഇസ്രായേലിന് മാത്രമല്ല ന്യായവിധി വരുന്നത്, ബാബേൽ ന്യായവിധിയുടെ ഉപകരണമാകുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക. ചരിത്രത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് ബാബേൽ ലോകത്തിലെ ഒന്നാമത്തെ വലിയ ശക്തിയായി തീരുകയും അന്ന് അറിയപ്പെട്ടിരുന്ന ലോകത്തെ മുഴുവൻ കീഴടക്കിയിരുന്നു എന്നത്രേ. 32-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അനർത്ഥം ജാതിയിൽ നിന്ന് ജാതിയിലേക്ക് പുറപ്പെടുന്നു. ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് വലിയ കൊടുങ്കാറ്റിളകി വരും. നെബൂഖദ്നേസർ എങ്ങനെയാണ് അന്നത്തെ ലോകത്തെ കീഴ്പ്പെടുത്തിയത് എന്നുള്ളതിൻ്റെ ഒരു വിശദീകരണമാകുന്നു ഇത്. അവൻ മിസ്രയീം, സോർ, സീദോൻ അങ്ങനെ എല്ലാ വലിയ ശക്തികളെയും തൻ്റെ കീഴിൽ കൊണ്ടുവന്നു. യഹോവയുടെ ക്രോധം ജാതികളുടെ മേലും അവരുടെ ഇടയന്മാരുടെ മേലും വരുന്നതാണ് ഈ അധ്യായത്തിൻ്റെ തുടർന്നുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. ദൈവത്തിൻ്റെ ശക്തി അതെത്ര വലുതാണ്. ദൈവത്തിൻ്റെ ശക്തി അനുഭവിച്ചറിഞ്ഞിട്ടും അതിനെ അവഗണിക്കുന്നത് എത്രയോ മഠയത്തരമാണെന്ന് ഓർക്കണം. നമ്മുടെ ജീവിതത്തിൽ ചരിത്രത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മുടെ പ്രതികരണം ദൈവത്തോടുള്ള അനുസരണമായിരിക്കണം. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. അവിടുത്തേക്ക് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവിടുത്തെ കണ്ണിന് നഗ്നവും മലർന്നവുമായി കിടക്കുന്നു. ദൈവവുമായി കണക്ക് തീർക്കേണ്ട ഒരു ദിവസം സകല മനുഷ്യർക്കും വരുവാൻ പോകുന്നു.